രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആദ്യം നോക്കണത് ഇവരെയാണ് കേട്ടോ. സാധാരണ നമ്മൾ വാതിൽ തുറക്കുമ്പോൾ തന്നെ ഇവരുടെ കരച്ചിലും ബഹളമൊക്കെയാണ് കേൾക്കാറ്. ഇന്ന് നല്ല മഴ ഉള്ളതുകൊണ്ടാണോന്ന് അറിയില്ല, ഇവരെ കണ്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇവരാരെങ്കിലും കൂടെ പോയോന്ന്, കാരണം ഇവർക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാരെ കണ്ടു കിട്ടി. വീടിൻ്റെ ഉമ്മറത്ത് കുറച്ച് മരങ്ങൾ കൂട്ടിയിട്ടുണ്ട്. അതുമ്പോൾ കിടന്ന് നല്ല ഉറക്കം. അതാണ് ഒന്നും അറിയാണ്ടിരുന്നത്. പിന്നെ ഇവരെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പൂച്ചയാണോന്ന് ചോദിച്ചാൽ ആണ്, അല്ലേന്ന് ചോദിച്ചാൽ അല്ല. ഏകദേശം 5 മാസങ്ങൾക്ക് മുന്നാണ് ഇവരുടെ അമ്മപ്പൂച്ച നമ്മുടെ വീട്ടിൽ വന്നത്. അന്ന് ഒരു മൈൻഡും ഉണ്ടായിരുന്നില്ല. ലറ്റത്തിരുന്ന് നോക്കും, നമ്മൾ മീനൊക്കെ നന്നാക്കുമ്പോൾ എറിഞ്ഞിട്ട് കൊടുക്കാറാണ് പതിവ്. പിന്നെ നമ്മളൊരു പൂച്ച സ്നേഹി ആയതുകൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ നല്ല കമ്പനിയായി. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഇവള് ഗർഭിണിയാണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ ഒരു സ്ഥലമൊക്കെ സെറ്റാക്കി കൊടുത്തു. പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ 3 കുഞ്ഞുങ്ങളും ഇവളും കൂടി കിടക്കണം. ആ ദിവസം മുതൽ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ആളിവിടെ സ്ഥിരമായിട്ടാണ്. പിന്നെ ഇവിടെ എല്ലാവർക്കും പൂച്ചേനെ വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും പാവാണെന്ന് കരുതിയിട്ടും വെള്ളവും ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നോക്കി നോക്കി ഇപ്പോൾ ഇവർക്ക് 5 മാസമായി. ഇതിനിടയിൽ അമ്മപ്പൂച്ചയുടെ വരവൊക്കെ കുറഞ്ഞു. കാരണം ഇവർ വലുതായി, പാലുകൂടിയൊക്കെ നിന്നു. പിന്നെ അങ്ങനെ അടുത്തേക്ക് പോകുമ്പോൾ ചീറ്റിയൊക്കെ തുടങ്ങി. ഇവർ കണ്ണ് തുറന്ന നാൾ മുതൽ നമ്മളെ കാണുന്ന കാരണം കൊണ്ട് നമ്മളെന്തോരം ഓടിച്ചു വിട്ടാലും ചീത്ത പറഞ്ഞാലും ഇവർ പിന്നെയും നമ്മുടെ അടുത്തേക്ക് തന്നെ വരും കേട്ടോ. പിന്നെ നമ്മളധികം വീട്ടിനുള്ളിൽ കയറ്റാറില്ല. കാരണം എന്നാലും ഇവരകത്ത് വരാറുണ്ട്. ചിലപ്പോൾ ബെഡിലൊക്കെ ഒന്ന് കയറും, എന്നാലും കുറവാണ്. കാരണം നമുക്കൊരു കുഞ്ഞൊക്കെ ഉള്ള കാരണം നമുക്ക് സേഫ്റ്റിയൊക്കെ നോക്കാണ്ട് പറ്റില്ലല്ലോ. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. കാരണം പണ്ട് എൻ്റെ അമ്മ പറയായിരുന്നു, പൂച്ചേനെ അധികം എടുക്കണ്ട, പൂച്ചപ്പൂടെ വയറ്റി പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ വയറുവേദന തല്ലി കളഞ്ഞാൽ പോവില്ല കേട്ടാ. ഇപ്പോൾ ഈ ഡയലോഗ് ഞാൻ എൻ്റെ മോളോടും പറയാറുണ്ട്. എന്നാലും ഇവരുടെ ക്യൂട്ട്നെസ്സൊക്കെ കാണുമ്പോണ്ടല്ലോ നമുക്ക് തൊടാണ്ടിരിക്കാൻ പറ്റില്ലെന്നേ. ചില സമയത്ത് വന്നിങ്ങനെ കുറുങ്ങി എന്നെ വേണമെങ്കിൽ എടുത്തോ കുഞ്ചിച്ചോ എന്നുള്ളൊരു ഭാവമാണ് ഇവർക്ക്. അപ്പോൾ നമ്മളെന്തായാലും കൺട്രോൾ പോവും, നമ്മളെന്തായാലും എടുക്കും, തൊടും, ഒഴിയും, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവരുടെ ചെറിയ ചെറിയ കളികൾ അല്ലെങ്കിൽ ഓരോ തരം ആക്ഷൻസൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ഓരോ വീഡിയോ ഒക്കെ എടുത്തു വയ്ക്കും. പിന്നെ ചെറിയ ഷോർട്സൊക്കെ ആക്കിയിട്ട് നമ്മുടെ ചാനലിലൊക്കെ ഇട്ടു തുടങ്ങിയിട്ടാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പോലെ ഇവരുടെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടെന്ന് കേട്ടോ. ശരിക്കും ഇവർക്ക് അങ്ങനെയൊന്നും മിണ്ടാനോ സംസാരിക്കാനോ ഒന്നും അറിയില്ലെങ്കിലും നമുക്ക് ഇവരുടെ ഒരു സ്നേഹം കാണിക്കലുണ്ടല്ലോ, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ. നമ്മൾ എത്ര വിഷമമുണ്ടെങ്കിലും ഇവരുടെ അടുത്ത് കുറച്ച് നേരം സമയം ചിലവിട്ടുണ്ടെങ്കിൽ നമ്മളതൊക്കെ മറക്കും, ശരിയല്ലേ? പിന്നെ നമ്മൾ രാത്രി ഇവരെ നമ്മുടെ അകത്തല്ലാട്ട് കിടത്താറ്. അതായത് നമ്മൾ രാത്രി ആകുമ്പോൾ ഇവരെ പുറത്താണ് കിടത്തുക. പുറത്ത് ഇവർക്ക് കിടക്കാനായിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയാണ് ഇവർ കിടക്കുക. ഇപ്പം തണുപ്പൊക്കെ ആയതുകൊണ്ട് നമ്മുടെ അടുപ്പും പോട്ടത്തൊക്കെ പോയി കിടക്കും, അല്ലെങ്കിൽ ചൂട്ടിൽ കിടക്കും. പിന്നെ കാർഡ്ബോർഡ് പെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്, അതുമ്മ കയറി കിടക്കും. അങ്ങനെയൊക്കെ അവർ തന്നെ അവരുടെ സ്പേസ് കണ്ടെത്തിയിട്ടുണ്ട്. ചിലപ്പോൾ നമുക്കിങ്ങനെ നോക്കിയാൽ കാണാം ഉമ്മറത്ത് തിണ്ണാമ കിടക്കണ്ടാവാം, ചിലപ്പോൾ ഇരിക്കുന്നുണ്ടാവാം. ചില ബന്ധങ്ങൾക്ക് ഒരു പേരും വേണ്ടാലേ, കരുതലും വിശ്വാസവും മാത്രം മതി. ഇപ്പം ഈ 3 കുഞ്ഞുങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് യാദൃശ്ചികമായിട്ടാണ്. അതായത് നമ്മൾ വിചാരിച്ചിട്ടേ അല്ല അവർ വന്നുപെട്ടത്. പക്ഷെ ഇന്ന് ഇവർ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. ഞങ്ങൾക്ക് കഴിയുന്ന കാലം വരെ ഇവർക്ക് വേണ്ട ഫുഡും പിന്നെ അവർക്ക് വേണ്ട സംരക്ഷണമൊക്കെ കൊടുക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്കും ഇവരെ ഇഷ്ടമായെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ സ്നേഹവും അതുപോലെ ഒരു പ്രാർത്ഥന മാത്രം മതി കേട്ടോ. ഈ വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.